ഹായ് ഫ്രണ്ട്സ്, IDBI ബാങ്കിലേക്കുള്ള ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. IDBI ബാങ്കിലെ ഓൾ ഇന്ത്യ ലെവലിലുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ. കേരളത്തിലും വേക്കൻസികളുണ്ട്. എത്ര വേക്കൻസികൾ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. 19-ാം തീയതി വരെ, അതായത് മാർച്ച് 19 വരെ മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. 20 മുതൽ 25 വയസ്സിന് ഇടയിലുള്ള, അല്ലെങ്കിൽ ആ രണ്ട് ഏജ് ലിമിറ്റ് 20 മുതൽ 25 വരെയുള്ള ആളുകൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനിടയിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. പ്രിലിംസ് മെയിൻസ് തിരിച്ചിട്ടില്ല. ഒരു സിംഗിൾ എക്സാമേ ഉള്ളൂ. സിലബസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ബാങ്കിങ് എക്സാംസ് ടാർഗറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് IDBI ബാങ്കിലേക്കുള്ള ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ജാം എന്നുള്ള ആ ഒരു തസ്തികയിലേക്ക്. അപ്പോൾ നമുക്ക് നോക്കാം എവിടേക്കാണ് വേക്കൻസികൾ ഉള്ളതെന്നുള്ളത്. ഓൾ ഇന്ത്യ ലെവലിലുള്ള വേക്കൻസികളുണ്ട്. കേരളത്തിൽ കൊച്ചിയിലാണ് വേക്കൻസി ഉള്ളത്. കൊച്ചി ബേസ് ചെയ്തിട്ടാണ്. മലയാളം ലാംഗ്വേജ് അറിയാവുന്നവരായിരിക്കണം. അതായത് പുറത്തുനിന്ന് ആരും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വരില്ല. 55 വേക്കൻസികളാണുള്ളത്. ടോട്ടൽ 55 വേക്കൻസികൾ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നല്ലൊരു പോസ്റ്റാണ് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ എന്നുള്ള പോസ്റ്റ്. ഓക്കെ, അങ്ങനെ ആകെ ഇന്ത്യ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1200ഓളം വേക്കൻസികളുണ്ട്. പിന്നെ നമ്മൾ താഴേക്ക് വരുമ്പോൾ അതിന്റെ സ്പ്ലിറ്റപ്പ് നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ 23 അൺറിസർവ്ഡ് കാറ്റഗറിക്കുള്ളത്. 23 വേക്കൻസി ഉണ്ട്. പിന്നീട് 7 വേക്കൻസി SC, 6 ST, 14 OBC, 5 EWS. അങ്ങനെയാണ് ടോട്ടൽ 55 വേക്കൻസികൾ കേരളത്തിൽ ഉണ്ടായത് IDBI ബാങ്കിലെ. ഇനി എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു 25 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് മിനിമം 60% ഫോർ ജനറൽ. അതായത് ഏതെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി മതി. BTechോ അല്ലെങ്കിൽ BAയോ BSCയോ ഏത് ഡിഗ്രി പഠിച്ചാലും 60% മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. EWS OBC ജനറൽ അത് തന്നെ വേണം. SC STയോ ഭിന്നശേഷിക്കാരോ SC STക്കാരോ ആണെങ്കിൽ 55% മതിയാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാസിംഗ് ഉള്ള ഡിപ്ലോമ ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. ഡിഗ്രിക്ക് എത്ര ശതമാനം വേണം? 60% അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള CGPA നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മാർച്ച് 1, 2026 വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് 20 വയസ്സുണ്ടായിരിക്കണം മിനിമം, മാക്സിമം 25 വയസ്സ്. അതായത് 25 വയസ്സിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. 25 വയസ്സിന് മുകളിലുള്ളവർ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഏജ് ലിമിറ്റ് ഉള്ള ആളുകളെ സംബന്ധിച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം ഇതിനപ്പുറത്തോട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അവർക്കില്ല. 20 മുതൽ 25 വരെയുള്ള ഒരു കോമ്പറ്റീഷനേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം വേക്കൻസികൾ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തും പറയുന്നുണ്ട്. മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ഏർലിയർ ദാൻ മാർച്ച് 2, 2001 മാർച്ച് 2 മുമ്പ് ജനിച്ചവരായിരിക്കരുത്. 2006 മാർച്ച് 1 അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 തീയതികൾ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ 2001 മാർച്ച് 2 2006 മാർച്ച് 1 ഇടയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി എന്താണ് സിലബസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സിലബസ് ഈ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറിൽ ഒരു ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി ഉണ്ടാവണം എന്നുള്ള അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സിലബസ് എന്ന് പറയുന്നത് അതിനു മുമ്പ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്. മാർച്ച് 19 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ടെസ്റ്റിന്റെ ഡേറ്റും പറയുന്നുണ്ട് ഏപ്രിൽ 12-ാം തീയതിയാണ്. ഏപ്രിൽ 12-നാണ് ടെസ്റ്റ്. അപ്പൊ ഇനി നമ്മുടെ മുന്നിൽ ഒരു മാസമേ ഉള്ളല്ലേ. അപ്പോൾ ഒരു മാസം കൊണ്ട് എല്ലാവർക്കും ഒരേപോലെയുള്ള സമയമാണ്. ഒരു മാസം കൊണ്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. മാർച്ച് 19 വരെയാണ് ഇതിന്റെ സമയം എന്ന് പറയുന്നത്, അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാകും. ആദ്യം ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാകും, പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, പിന്നെ പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പൊ ടെസ്റ്റിന്റെ ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലാണ് നിങ്ങളെ എടുക്കുക എന്നുള്ളത് നോക്കുക. അതിനുശേഷം ഒരു പ്രീ റിക്രൂട്ട്മെന്റ് മെഡിക്കൽ ടെസ്റ്റും ഉണ്ടാവും. ഇനി ടെസ്റ്റിന്റെ സിലബസ് ഇവിടെ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. ലോജിക്കൽ റീസണിങ്, ഡാറ്റ അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, അതായത് ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് DAയിൽ നിന്നും ഒക്കെ 60 ചോദ്യങ്ങൾ വരും, 60 മാർക്ക് വരും. 40 മിനിറ്റ് ആണ് അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള സമയം. അപ്പോൾ സമയത്തിന്റെ വലിയൊരു കളിയാണ്. 40 മിനിറ്റ് കൊണ്ട് 60 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് 40 ചോദ്യങ്ങൾ ഉണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മറ്റേത് റീസണിങ് DI ഒക്കെ ആയിരുന്നു. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 40 മാർക്ക്, 35 മിനിറ്റ് ആണ് അതിനുള്ളത്. പിന്നെ ജനറൽ എക്കണോമി, ബാങ്കിങ് അവയർനെസ്, കമ്പ്യൂട്ടർ IT, ഇത് നോർമലി എല്ലാ ബാങ്കിങ് എക്സാംസിനും ഉള്ള ടോപ്പിക്കാണ്. ബാങ്കിങ് അവയർനെസ്, എക്കണോമിക്കൽ അവയർനെസ്, ജനറൽ അവയർനെസ്, IT ലിറ്ററസി, അത് 60 ചോദ്യങ്ങളുണ്ട്. 1 മണിക്കൂർ 60 മിനിറ്റ് ആണ്. 25 മിനിറ്റ് 60 ചോദ്യങ്ങളുടെ 60 മാർക്കാണ്. 25 മിനിറ്റ് ആണ് അതിന് നിങ്ങൾക്ക് കിട്ടുന്ന സമയം. ആകെ 2 മണിക്കൂറും 200 ചോദ്യങ്ങൾ. ശ്രദ്ധിക്കുക, 2 മണിക്കൂർ മാത്രം, വെറും 120 മാർക്ക് മാത്രം
120 മിനിറ്റ് മാത്രം, പക്ഷേ 200 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക. ഇത് ഓൺലൈൻ ടെസ്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദ എബോവ് ടെസ്റ്റ് എക്സെപ്റ്റ് ദ ടെസ്റ്റ് ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിൽ ബി അവൈലബിൾ ബൈലിംഗിൽ, അതായത് ഇംഗ്ലീഷിലായിരിക്കും നിങ്ങളുടെ ടെസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഹിന്ദിയിലും ചോദ്യങ്ങളുണ്ടാവും. 1 മാർക്കാണ് ഇതിന്റെ പോസിറ്റീവ് മാർക്ക്. നെഗറ്റീവ് മാർക്ക് ഉണ്ട് 0.25 മാർക്കാണ് ഇതിന് നെഗറ്റീവ് വരിക. കേരളത്തിലും ടെസ്റ്റ് സെന്ററുകളുണ്ട്. കേരളത്തിലെ മിക്കവാറും ജില്ലകളിലെല്ലാം ടെസ്റ്റ് സെന്ററുകൾ ഉണ്ടാവും എന്നുള്ളതും ഇവർ ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് ഇതിന് അപ്ലൈ ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കേരളത്തിൽ 55ഓളം വേക്കൻസികളുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്ത് പഠിക്കാം. ഏപ്രിൽ 12-നാണ് ടെസ്റ്റ്. അപ്പോൾ അപ്ലൈ ചെയ്യുക. IDBAയുടെ വെബ്സൈറ്റിൽ ചെന്നിട്ട്, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെന്നിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിന്റെ ലിങ്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ വേണം അപ്ലൈ ചെയ്യാൻ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെയുണ്ട് IDBA www.idba.bank.in എന്നുള്ള ആ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ മറ്റൊരു വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനായി വീണ്ടും കാണാം. താങ്ക് യു.